അങ്ങനെ നമ്മള് മുർഷിദിന്റെ കല്യാണത്തിനുള്ള യാത്രയിലാണ്. കർണാടകയിൽ വെച്ചിട്ടാണ് നിക്കാഹ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് കല്യാണം ഇവിടെ ഓന്റെ വീട്ടിലത്തെ കല്യാണം വരുന്നത് ബുധനാഴ്ചയാണ്. അപ്പൊ നമ്മളെ കർണാടകയിലേക്കുള്ള യാത്രയിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മാഹിയിലാണ്. പെട്രോൾ അടിക്കാണ്ട് വന്നതാണ്, പെട്രോൾ അല്ല ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ വെച്ചാൽ ഇവിടെ ഒരു 10, 12, 13 റുപ്യന്റെ മാറ്റം ഉണ്ട് ഡീസലിന്. പിന്നീട് ഫുള്ളാക്കിയാൽ അത് വിഷയമല്ലല്ലോ. കർണാടകയിൽ ഏകദേശം നമുക്ക് അവിടുന്ന് എത്ര കിലോമീറ്ററാണ് കാണിച്ചത് മൊത്തം ഓർക്കുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഓട്ടമുണ്ട്. ഒരു 12 മണിക്കൂറിലേറെ നമുക്ക് എന്തുണ്ട് കർണാടകയ്ക്ക് റണ്ണിങ് ഉണ്ട്. ശരിയിലൊക്കെ എന്റെ കുട്ടി ഉറങ്ങി നീച്ചോ. എന്തൊക്കെ തിന്ന എന്റെ കുട്ടി? സമൂസ തിന്ന് പഴംപൊരി തിന്നല്ലേ? വെള്ളം കുടിച്ചതാ. ബാക്കില് ആദില് പുറത്തേക്ക് ഇറങ്ങിക്കാണ്. അവന് കുട്ടിക്ക് ഇങ്ങനെ ചെറിയ പനി വരണ്ട, അപ്പൊ മരുന്ന് കഴിക്കേണ്ടി പോയതാ വരുന്നത്. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയി കാണാം. രണ്ടും എല്ലാം കുടുംബക്കാരായതുകൊണ്ട് അവിടെ പോയ പിന്നെ പരിചയക്കാരും ബന്ധുക്കളും മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ചെന്നാലും. അപ്പൊ അങ്ങനെ ഉച്ചഭക്ഷണം ഇതാ ഇവിടെ നിന്നായിരുന്നു കേട്ടോ. നല്ല പുട്ടും കപ്പയും ബിരിയാണിയും സാധനങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഹോട്ടല്. അപ്പൊ അവിടെ നിന്ന് അയക്കുന്ന ഉച്ചക്കത്തെ ഫുഡ്. മൊത്തം എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ചോറിനെ കുറിച്ചിട്ട് നമുക്ക് ചോദിക്കാൻ ആദിലിനോട് ചോദിക്കാം. അതിലെ ചോറ് എങ്ങനെ ഉണ്ടായിരുന്നു? ചോറ് അടിപൊളി, സുഭിക്ഷമായ വെറും ചോറ്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുക, അപ്പൊ തന്നെ കൊടുന്ന് നമുക്ക് വിളമ്പി തരിക. അങ്ങനെ രാത്രിക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. മുത്തൂസേ ഇതെന്താണ്? അത് അല്ല ശരി, നേരത്തെ വേറെന്ന് പറഞ്ഞല്ലോ. അതെന്താ ശരി പറഞ്ഞത്? ഓ, ഭരതനാട്യാണ് അത്. ആ, തെയ്യം. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഒരു ബന്ധമുണ്ട്. ഇത് ഒരു ബന്ധമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, തെയ്യം പല തെയ്യുണ്ട്. തെയ്യം പലതാണ്. അല്ല അതില്ല, തെയ്യം പല തെയ്യാണ്. മറ്റേത് ഓരോ സ്ഥലത്ത് ഓരോ തെയ്യം വരും. ആണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലത്തെ അല്ലെങ്കിൽ ഓട്ടം എന്നുള്ളത്. കറക്റ്റ് എന്താന്നുള്ളത് അറിയുന്നവര് കമന്റ് ചെയ്യും. പക്ഷേ എങ്ങനെയുണ്ട് പാമ്പ്? ഞാഞ്ഞൂള് പുഴുങ്ങിയ രസം ഉണ്ടാവും. ശരിക്കും ഞാഞ്ഞൂള് പുഴുങ്ങിയത് മതിയായിരുന്നു. എന്താ ഓൽക്ക് ഉണ്ടാക്കും ഫ്രൈഡ് റൈസ് മതിയായിരുന്നു അല്ലേ? ഞങ്ങൾ ബട്ടർ നാനോ കഴിക്കണം. ചിക്കന് റാനുവിന് വെച്ചു കൊടുക്കുന്നത് അടിപൊളി. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ എത്തിയത്. രാത്രിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് പുതിയാപ്പളിനെ മാറ്റാണ്. 11:30ക്കാണ് നിക്കാഹ്. അതിങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഓണം. ഞാൻ മൂല്യന്മാരെ കിട്ടട്ടെ. ഞാൻ നിങ്ങൾ ഇതുവരെ എന്റെ വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ? ഉണ്ട്, എല്ലാരും ഉണ്ട്. സ്വർണ്ണമാല ഇണയാക്കി തന്നതിന് ഞാൻ സ്വീകരിച്ചു ചുരുത്തപ്പെട്ടു. നിക്കാഹ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് ഓഡിറ്റോറിയത്തിലേക്കാണ്. ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ ബാക്കിയുള്ള കല്യാണത്തിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ. ഫുള്ളും നല്ല അടിപൊളി അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. താജുവിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ സമയത്ത് മാത്രമേ കാണാൻ കിട്ടുള്ളൂ, കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല.
ഇതാണ് ഇവിടുത്തെ ബിരിയാണി. എങ്ങനെയുണ്ട് മുത്തൂസേ? അല്ല മട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട്? രസമുണ്ടോ? എങ്ങനെയുണ്ടാ ബിരിയാണി? എങ്ങനെയുണ്ട് അതില്? അതിൽ കർണാടകത്തെ ബിരിയാണി എങ്ങനെയുണ്ട്? അല്ല നിങ്ങൾ വീഡിയോ കോളി പോസ്റ്റ് ചെയ്യാണ്? അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലുള്ള ലാസ്റ്റ് പരിപാടിയാണ്. രാത്രിക്കകത്ത് ഫുഡും കൂടി കഴിച്ചിട്ടാണ് ഇവിടെ നമ്മൾ പുറപ്പെടുന്നത്. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. ലാസ്റ്റ് സപ്പറല്ലേ? സൂപ്പർ. അത് നല്ല സൂപ്പറാണ്. കണ്ടില്ലേ, ഓരോ വെറൈറ്റി സാധനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിക്കൻ വന്നു, മീൻ വന്നു, കോളിഫ്ലവർ വന്നു, പിന്നെ ചിക്കൻ 65 വന്നു, പൊക്കവട വന്നു, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ വന്നു. ഇനി രാത്രിക്കത്തെ ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ആദ്യം ഗോബി മഞ്ചൂരി വന്നു, പിന്നെ ഒരു മറ്റേ ഗോബിനെ വരട്ടിയൊരു ഐറ്റംസ് വന്നു, ഫിഷ് തവ വന്നു, അതേപോലെ തന്നെ ബ്രോസ്റ്റ്, ഷവായി, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് ആദ്യം ഒരുപാടേറെ മീറ്റുകൾ വന്നു. പിന്നെ ബിരിയാണി, വെറും ചോറ്, ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസുകൾ തുടങ്ങിയിട്ട് ഭക്ഷണം കഴിച്ച് വയറ് നിറയിൻ്റെ അതിൻ്റെ അപ്പുറമായി പോയി ഇന്നത്തെ ഫുഡ്. 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുർഷിദിൻ്റെ വീട്ടിലെ കല്യാണമാണ്. ഇന്ന് അച്ചപ്പെണ്ണിൻ്റെ വീട്ടിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു മുർഷിദിൻ്റെ വീട്ടിൽ ഇവിടെ കല്യാണം. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ പ്രോഗ്രാമിൽ വരുന്നത് നല്ല അടിപൊളി ബീഫ് ബിരിയാണിയും അതേപോലെ തന്നെ ചിക്കൻ സുർബിയാനൊക്കെയാണ്. അന്നത് ഓലൊക്കെ കാണാൻ വേണ്ടി വിളിച്ചാണ്. പിന്നെന്താ ഓലൊക്കെ എന്നെ കാണാൻ വേണ്ടി വന്നല്ലേ. അങ്ങനെ കർണാടക ഇത് എന്താണ്? വീഡിയോ പരമാവധി ലെങ്ത്ത് കുറക്കേണ്ട ഭാഗമായിട്ട് നമ്മൾ ഉച്ചക്കത്തെ പരിപാടിയുടെ നിർത്തി. ഇത് രാത്രിക്കത്തെ പരിപാടി ഉണ്ടാവും. രാത്രി എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയതുപോലെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടും ഇതേപോലെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കല്യാണത്തിന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ബസ് ആൾക്കാർ പോലെ അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് ഒരു ബസ് ആളുകൾ അവർക്ക് ഉച്ചക്കത്തെ ഫുഡ് ഇവിടെ ആയിരുന്നു. രാത്രിക്കത്തെ ഫുഡ് നമ്മൾ അവിടുന്ന് കഴിച്ച പോലെ തന്നെ ഇവർക്ക് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവർ തിരിക്കുക. അപ്പോൾ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ 65 അതേപോലെ തന്നെ ബീഫ് കറി, പിന്നെ പൊറോട്ട, ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസുകളും ഒക്കെ, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെ വെറും ചോറ് ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നിങ്ങൾ പറയും കല്യാണ വീഡിയോയിൽ നിങ്ങളില്ല പറയില്ലേ? വണ്ടി ഓടിക്കാൻ അറിയില്ല എനിക്ക്. എന്നാ കുഴപ്പമില്ല, പോയി വന്നോളൂ. ഉണ്ട്, ഓളൊക്കെ ഉണ്ട്. മുജീബ് പ്രത്യേകം പറഞ്ഞേക്കണോ അവൻ ചോറ് വെക്കണം, വീഡിയോ എടുക്കണമെന്ന്. ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ അമ്മ എന്ന് വെച്ചാൽ നമ്മളെ മുർഷിദിൻ്റെ അമ്മായിയും കേട്ടോ. ഇവലെ മുത്തൂസിൻ്റെ ഫാൻസുകളിൽ പെട്ട ആളുകളാണ് ഇവരൊക്കെ. അത് ഞാൻ പ്രത്യേകം പറയാണ്, മുത്തൂസിന് കർണാടകയിലെ ഫാൻസ് കൂടുതൽ തോന്നണോ. ചോറിന്ന് കഴിഞ്ഞിട്ടാ അതെന്ത് വീഡിയോ ആണ്? അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ വീട് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കർണാടകയിൽ പോയ ഒരുപാട് കാഴ്ചകളുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.